കേരളത്തിന്റെ സാക്ഷരതാ രംഗത്തെ നേട്ടം ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭൻ പോലുള്ള സാമൂഹിക പരിഷ്കർത്താക്കളുടെ കൂടി പ്രവർത്തന ഫലമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഡൽഹിയിൽ മന്നത്ത് പത്മനാഭന്റെ പ്രതിമയും മന്നം സ്മൃതി മണ്ഡപവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്നത്ത് പത്മനാഭൻ തന്റെ ജീവിതം സമുദായത്തിനു വേണ്ടി സമർപ്പിച്ചു. ജാതി വിവേചനത്തിനെതിരെ ശബ്ദമുയർത്തി സാമൂഹിക നവോത്ഥാനത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയെന്നും ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. That is the greatest advantage of believing in God. Equally significant are the women empowerment initiatives by NSS, including stitching and tailoring skill development programs, which promote self-reliance and economic independence. നായർ സർവീസ് സൊസൈറ്റി ഡൽഹിയിൽ ഇന്ന് 25,000-ലധികം കുടുംബങ്ങൾക്ക് പിന്തുണ നൽകുന്ന സംഘടനയായി വളർന്നിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പറഞ്ഞു. മന്നത്തെ യഥാർത്ഥ കർമ്മയോഗിയെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം സമൂഹത്തെ ഒന്നിപ്പിക്കാനും രാഷ്ട്ര നിർമ്മാണത്തിനുമായി ജീവിതം സമർപ്പിച്ച വ്യക്തിയാണെന്നും അനുസ്മരിച്ചു. ഒരു യുദ്ധം നടത്തി നേടി എത്തിയ ഒരവസ്ഥയിലാണ് എന്ന് മന്നത്തപ്പൂപ്പന്റെ മുഖം മറ്റ് സംസ്ഥാനങ്ങളിലെ ഇന്ദ്രപ്രസ്ഥത്തിലെ സാന്നിധ്യത്തിന് മുമ്പിൽ ഒരു നവോത്ഥാന നായകന്റെ മുഖം എന്ന് ആദ്യമായി ഡൽഹിയിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് വലിയ സന്തോഷമാണ്.